നമസ്കാരം കുമാറെ. നിലമ്പൂർ അംഗം പൂർത്തിയാകുമ്പോൾ വിജയം ഏതാണ്ട് UDF പാളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ 10,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. UDF LDF ബങ്കറുകളിലേക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നിലമ്പൂർ അംഗം കുറിച്ച നാൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് UDFിൻ്റെ ഒരു വിജയ സാധ്യതയെക്കുറിച്ച്. എന്തുകൊണ്ട് അവിടെ UDF വിജയിക്കും, എന്തുകൊണ്ട് മണ്ഡലത്തിൽ UDF മുന്നേറ്റമുണ്ടാകും, UDF വോട്ടുകൾക്ക് ഏത് രീതിയിലാകും അവിടെ ഈ തരത്തിൽ മുന്നേറാനാകുക തുടങ്ങി വളരെ കൃത്യമായി ഇതിനൊരു അനാലിസിസ് നടത്തിക്കൊണ്ട് തന്നെ നമ്മളന്ന് പറഞ്ഞതാണ്. അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഇത്ര ശതമാനമാണ്, അതുകൊണ്ട് തന്നെ LDFിന് കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണ്, മണ്ഡലത്തിൽ NDA മത്സരിച്ചാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന തിക്തഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അൻവർ ഫാക്ടർ എന്നുള്ളതാണ്. അൻവർ ഫാക്ടർ നിലമ്പൂരിൽ വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അസന്ദിഗ്ധത നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും UDFിനൊപ്പമാണ് അൻവർ നിന്നിരുന്നെങ്കിൽ അൻവർ ഫാക്ടർ വർക്കൗട്ടായി എന്ന് പറയാം. കാര്യം ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷത്തിനും ഇരട്ടിയിലധികം പോയനെ UDFിൻ്റെ ഒരു മുന്നേറ്റം. അപ്പോൾ അൻവറിന് അത്രയും വോട്ട് പിടിച്ചു നിർത്താനായി എന്നുള്ളതൊരു വലിയ ഘടകം തന്നെയാണ്. അത് കാണാതെ പോകാൻ പറ്റില്ല. അത് ഒരുപക്ഷെ UDFും സമ്മതിക്കുന്നുണ്ടല്ലേ. ഇന്ന് രാവിലെ UDF കൺവീനറും അത് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് LDFിൻ്റെ കാര്യമാണ്. വളരെ പരിതാപകരമായ അവസ്ഥ. ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിനൊക്കെ മുമ്പ് കേരളത്തിൽ ഉയർന്നു കേട്ട ഭരണവിരുദ്ധ വികാരം അത് വീണ്ടും അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൽ അലയടിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. പിണറായി പാളയം ഒന്നടങ്കം, പിണറായിപ്പട ഒന്നടങ്കം തകർന്നടിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. LDFിൻ്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു ഫൈനൽ റൗണ്ടിൽ? ഇപ്പോഴും അതിൻ്റെ ഒരു അന്തിമ വിജയം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നു? അല്ല, ഏതാണ്ട് ഭൂരിപക്ഷം 11,000-ഓട് അടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-60% വോട്ട് എണ്ണി കാണുമെന്ന് വിചാരിക്കുന്നു. 60 അതിന് മുകളിലോട്ടായി എന്നുള്ളതാണ്. അതെ, ഈ സമയത്താണ് അദ്ദേഹം വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ ഈ നിലമ്പൂർ വിഷയത്തിന്റെ ആദ്യ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് നിലമ്പൂരിലെ ഒരു ഡെമോഗ്രാഫിയെ കുറിച്ചായിരുന്നു. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടെ നിന്നും ജയിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം MLA മാത്രമായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമായിരിക്കും. മറ്റാർക്കും അവിടെ ഒരു വിജയ സാധ്യതയില്ല. അതുകൊണ്ടാണ് സ്വരാജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്നും പുറത്ത് തൃപ്പൂണിത്തുറയിൽ എന്തുകൊണ്ട് മത്സരിച്ചു എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി സ്വന്തം മണ്ഡലത്തിൽ ഇല്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ആ രാഷ്ട്രീയ ഭാവി മാറ്റിയെടുക്കാനാണ് ഈ അയ്യപ്പനെ വിവാഹം കഴിക്കുന്നത് പോലെയുള്ള ഹിന്ദു വിരുദ്ധ നടപടികളുമായി, മുസ്ലിം മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു. ഈ തീർച്ചയായും അന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് അൻവർ മത്സര രംഗത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അൻവർ മത്സര രംഗത്തേക്ക് വരുന്നത്. തീർച്ചയായും മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമോ, അൻവർ വലിയ രീതിയിൽ വോട്ട് പിടിക്കുമോ, അൻവർ ഒരു ഫാക്ടർ ആകുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അൻവർ വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വരാജിന് സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. അൻവറിൻ്റെ ഏതാണ്ട് 17,800, 20,000-ഓട് അടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണം നമുക്ക് വിചാരിക്കാൻ. ആ ഒരു നമ്പറാണ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു അൻവർ ഫാക്ടർ ആണോ എന്ന് ഈ ഘട്ടത്തിൽ ചോദിച്ചാൽ നമുക്കതിന് UDFിൻ്റെ ആദ്യത്തെ നിലപാടൊന്ന് പരിശോധിക്കേണ്ടി വരും. UDF എന്താണ് ചെയ്തത്? അൻവറിനെ കൂടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു പരിധിക്കപ്പുറം അൻവറിന് വഴങ്ങാൻ VD സതീശൻ തയ്യാറല്ലായിരുന്നു. മറ്റ് പല നേതാക്കളും തയ്യാറായിരുന്നു. പക്ഷേ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറായിരുന്നില്ല. അന്ന് UDF നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത്, അൻവർ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. അൻവർ മാറി നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഭൂരിപക്ഷം കുറയും, പക്ഷെ നമ്മുടെ ജയത്തെ അത് ബാധിക്കില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ നിലപാട് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അൻവർ ഒരു ഫാക്ടറി അല്ലാതായി മാറി UDFിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അൻവർ നേടിയ ഈ വോട്ടുകൾ അത് സ്വാഭാവികമാണ്. അതായത് ഈ 9 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തിക്ക് മണ്ഡലത്തിലുള്ള ബന്ധം, വ്യക്തിഗതമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു പരിഗണന മാത്രമല്ല, ഈ ഭരണവിരുദ്ധ വികാരം അത് സാധാരണ ജനങ്ങളെയും UDFിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിനെയും മാത്രമല്ല ബാധിക്കുക, അതാണ് LDFിന്റെ വോട്ട് ബാങ്കിനെയും. കുമാർ, ഇതിൽ ഇപ്പോൾ ഈ അൻവറിന് ലഭിച്ചിരിക്കുന്ന വോട്ടിന്റെ ഒരു ഭൂരിഭാഗത്തെയും നമ്മൾ കാണേണ്ടത് ആ രീതിയിൽ തന്നെയാണ്. പിണറായിയോടുള്ള ഒരു എതിർപ്പ്, LDFിനോടുള്ള ഒരു എതിർപ്പ്, കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ ഭരിച്ചു മുടിച്ച ഒരു മുന്നണിയോട് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന വെറുപ്പും അമർഷവും വിദ്വേഷവും
അതാണ് ഇപ്പോൾ വോട്ടായി അൻവറിന്റെ കാര്യത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. തീർച്ചയായും അതാ പറഞ്ഞത്. ഈ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഒരു പങ്ക് അൻവറിന് പോയി എന്ന് മാത്രം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ UDFന്റെ പരമ്പരാഗത വോട്ടുകളെയും സാധാരണ നിഷ്പക്ഷ വോട്ടുകളെയും മാത്രമല്ല LDF ക്യാമ്പിനെയും ഈ ഭരണവിരുദ്ധ വികാരം ബാധിക്കും. അവരിൽ ചിലരും പിണറായി സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മടിക്കും. പക്ഷെ അവർക്ക് കോൺഗ്രസിനോട് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒരു മൂന്നാം ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് വോട്ടുകൾ പോയി എന്ന് മാത്രം. തീർച്ചയായും BJPയിലേക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോഴും അൻവർ സ്വയം സ്ഥാപിച്ചെടുക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള അവിടുത്തെ ഒരു ചാൻസിനെ കുറിച്ചാണ്, അതിന്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ്. അൻവർ നാളെ ഒരു UDF സ്വതന്ത്രനായി നിന്നാലും അവിടെ സ്കോപ്പ് ഉണ്ട് അല്ലേ? അല്ല, UDF സ്വതന്ത്രനാവുക എന്നുള്ളത് UDFന് അവിടെ ഒരു സ്വതന്ത്രന്റെ ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനം. അൻവറിനെ ഒഴിവാക്കി ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് UDF ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. അല്ല, അത് സതീശന്റെ ആവശ്യമായിരുന്നു. അത് മറ്റാരെക്കാളും VD സതീശന്റെ ആവശ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ എന്ത് വില കൊടുത്തും നിലമ്പൂരിൽ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ പോലും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത സമയത്ത് അവർക്ക് വേണ്ടാത്ത രീതിയിൽ അവരെ തലയിലേക്ക് ഇട്ടുകൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോളിംഗ് ശതമാനമൊക്കെ കണ്ടറിയണം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പോളിംഗ് നല്ല രീതിയിലുണ്ടായിരുന്നു, വലിയ മോശമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഈ അൻവർ ഫാക്ടർ വരുന്നു, അൻവർ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പിരിയുന്നു. ഇതെല്ലാം വന്നപ്പോഴത്തേക്കും VD സതീശന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയായി. ഇപ്പോൾ ഇന്നലെ NDA സ്ഥാനാർത്ഥിയുടെ ചില തുറന്നു പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കോൺഗ്രസ് വോട്ടുകൾ മറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ VD സതീശൻ ഇതിനകത്ത് വഹിച്ച ഒരു റോൾ, അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കാൻ എന്ത് വില കൊടുത്തും വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ദൃഢ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ച ഒരു വർക്കാണ് നിലമ്പൂരിൽ കാഴ്ചവെച്ചത്. അതിൻ്റെ ഫലമാണ് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം എന്ന് നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായും ഇവിടെ നമ്മളെ മറ്റു മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത് പോലെ അൻവർ ഒരു ഫാക്ടറായി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അൻവർ ഒരു ഫാക്ടർ ആവണമെങ്കിൽ ഈ ഒരു വോട്ട് പോരാ. വോട്ട് അൻവറിനും ചോർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അൻവറിൻ്റെ വോട്ടുകളും ചോർന്നിട്ടുണ്ട്. ഒരു 9 വർഷം അവിടെ MLA ആയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകളിൽ നിന്നും കുറച്ച് വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം റീറ്റെയിൻ ചെയ്തിരിക്കുന്ന വോട്ടുകൾ 2 ഘടകങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ മണ്ഡലം നേരിട്ട് അനുഭവിക്കുന്ന ഒരു സർക്കാർ വിരുദ്ധ വികാരം, അതായത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിൽ ആ മണ്ഡലം നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ വന്യജീവി വിഷയമാണ്. മലയോര മണ്ഡലമായ ആ പ്രദേശത്ത് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശത്തൊക്കെ വന്യജീവികൾ ഏകപക്ഷീയമായി അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഈ പറയുന്നത് പോലെ ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും മാത്രമല്ല, പുലിയും കടുവയും പോലും ആ പ്രദേശങ്ങളിൽ ഇറങ്ങി ആളുകളെ വകവരുത്തും. ഈ കുരങ്ങന്മാർ പോലും അവിടെയുള്ള ആളുകളുടെ നിത്യജീവിതത്തിന് തടസ്സമായി മാറുന്നുണ്ട്. ഇവരുടെ കൃഷി നശിപ്പിക്കുകയും സാമഗ്രികൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ മറ്റത് ഹിംസമൃഗങ്ങളായതുകൊണ്ട് അവരുടെ ആക്രമണം പ്രത്യക്ഷമായി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് അവിടുത്തെ കുടുംബങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രീതിയിലല്ല, പല രീതിയിൽ ഇവർക്ക് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ സ്ഥായിയായ ഒരു പരിഹാരം ഇതുവരെ കണ്ടുപിടിക്കാൻ മാറി വന്നവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ ഒരു പരീക്ഷണം എന്ന പോലെ ഇനിയിപ്പോൾ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു ചുമതല കൂടിയായി, ഒരു ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ് ഈ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ജയിച്ച് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ, MLA ആയി അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ആദ്യ പരിഗണന കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയാണിത്. തീർച്ചയായും അതിനിപ്പം ആര്യാടൻ ഷൗക്കത്തിന് ചെയ്യാൻ സാധിക്കുക ഭരണം അവരുടേതല്ലാത്തത് കൊണ്ട് തീർച്ചയായും ഈ ഒരു വിഷയത്തിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് എളുപ്പമാണ്, അദ്ദേഹം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ LDF സർക്കാരിൻ്റെ വളരെ നിലവാരം കുറഞ്ഞ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ആ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് കാരണം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ജനങ്ങളുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ മണ്ഡലം. അവർ ആ രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ അൻവറിൻ്റെ പ്രതികരണം, അദ്ദേഹം നേരിട്ട് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുക, വനം വകുപ്പ് അതീവ പരിതാപകരമാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുക, വനം മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുക, ഇതെല്ലാം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയെന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിന് റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു അവിടുത്തെ സിറ്റിംഗ് MLA. ആ ഒരു സിറ്റിംഗ് MLAക്ക് കിട്ടേണ്ട വോട്ടൊന്നും അല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു. 11,005 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു വിജയം കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് UDFന്റെ ഓപ്പറേഷൻ ഹാമറാണിതെന്ന്. എന്തു തന്നെയായാലും പറഞ്ഞതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ. എന്തായാലും ഈ കഴിഞ്ഞ
രാഷ്ട്രീയ പോരുകൾ, അതായത് പാലക്കാട് നിന്നും നമ്മൾ നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ വലിയ ദൂരമില്ല ഈ രണ്ട് സ്ഥലങ്ങളെത്തും തമ്മിൽ. അവിടെ എത്തുമ്പോൾ വീണ്ടും UDF കേരളത്തിൽ മുന്നേറുകയാണ്. കാര്യം നമ്മൾ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഗോവിന്ദൻ പറഞ്ഞിരുന്നു, ഇതിനെ ഒരു ഇതായി കാണും, നമ്മൾ ഇതിനെ ഒരു സെമി ഫൈനലായി കാണും, ഇതിൽ ജയിച്ചാൽ തുടർ ഭരണം ഉറപ്പാണ്. എന്നിട്ട് ബാക്കി എന്താണെന്ന് അദ്ദേഹം പൂരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കത് പൂരിപ്പിക്കാനുള്ള ഒരു അവസരം ആണ് അദ്ദേഹം നൽകിയിരുന്നത് അന്ന് തന്നെ. ഇനി നമ്മൾ LDFന്റെ കാര്യം കൂടെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നിർത്താം. ഈ LDFന്റെ ഈ ദയനീയ പരാജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത് തകർന്നടിഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെയല്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു LDFന് ഇടയ്ക്കൊരു സമയത്ത് വെച്ച് ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അട്ടിമറി വിജയം നേടാൻ പറ്റും. അവിടുത്തെ മുസ്ലിം സമുദായത്തെ പോലും ന്യൂനപക്ഷത്തെ പോലും കയ്യിലെടുത്തുകൊണ്ട് സ്വരാജിൻ്റെ വോട്ട് നന്നായി വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം LDF പാളയത്തിൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് പെടുന്നനെയാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ടത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം, അതുപോലെ ഭാരതാംബ വിവാദം, ഇതിലൊക്കെ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വരാജ് നടത്തിയ പ്രതികരണങ്ങളുണ്ട്, ഇല്ലേ? അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കിതൊന്നും പ്രശ്നമല്ല, ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും പറയാനുള്ളത് തുറന്ന് പറയുന്നൊക്കെയുള്ള രീതിക്കാണ് അദ്ദേഹം പല കാര്യങ്ങളും നടത്തിയത്. പക്ഷെ അതിനൊക്കെ ഇപ്പം തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, പിണറായി വിജയൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഒരു അമർഷം, ഇത് ഇനി എന്താണ് LDF ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് LDFനുള്ളിൽ? അല്ല, ഈ നിലമ്പൂർ മണ്ഡലം പൊതുവെ UDFനോട് ചായ്വ് കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇവിടെ LDFന്റെ ഒരു പോസിറ്റീവ് സൈഡ് LDFന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ 10 വർഷം LDF UDFിൽ നിന്നും പിടിച്ചെടുത്ത് ഹോൾഡ് ചെയ്ത മണ്ഡലമാണ്. ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ഇല്ലായിരുന്നിട്ട് കൂടി ആ ഹോൾഡ് നഷ്ടപ്പെടുന്നത് പാർട്ടി സ്വതന്ത്രം തന്നെ പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോഴാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് M സ്വരാജ് അവിടേക്ക് വരുന്നത്. ആ M സ്വരാജിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡാമേജ് പരിഹരിച്ച് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഡാമേജ് പരിഹരിക്കാൻ പര്യാപ്തനല്ല M സ്വരാജ് എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു. അതെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവിടെ ഇല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് ഈ അയ്യപ്പൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നും 2018 2018 പ്രളയത്തിൽ കന്നി അയ്യപ്പന്മാർ എത്താതിരുന്നതോടുകൂടി അയ്യപ്പൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തി മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ നോക്കിയ ആളാണ്. പരന്ന വായനയും ബുദ്ധിജീവികൾ ആണ് ഞാൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നയാളാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തിയപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ഇട്ട വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് ഈ പ്രീണനത്തിന് വേണ്ടിയാണ്. ആ ശ്രമങ്ങളൊന്നും തന്നെ അവിടെ വിജയിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ വോട്ടർമാർ ഇദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ആ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തീർച്ചയായും നേരത്തെ നമ്മൾ വിലയിരുത്തിയതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം LDFന്റെ ഈ മൂന്നാം പിണറായി സർക്കാർ എന്ന ഒരു സ്വപ്നത്തെ അത് വല്ലാതെ ബാധിക്കും. പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയുടെ ഏകാധിപത്യത്തെ ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഈ സംസ്ഥാനത്തിൽ. ഇന്നിപ്പോൾ AK ആന്റണിയുടെ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന പറഞ്ഞത് ഇനിയുള്ളത് ഒരു കെയർടേക്കർ മന്ത്രിസഭയാണ് എന്നാണ്. കാരണം പൂർണ്ണമായും LDFന് ജനപിന്തുണ നഷ്ടമായിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും ഒരു 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ ടൂളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് തീർച്ചയായും AK ആന്റണിയുടെ അഭിപ്രായ പ്രകടനം ഒരുപക്ഷെ UDF ഏറ്റെടുത്തേക്കും. അതുകൊണ്ട് തന്നെ LDFന് ഇത് വലിയ ദോഷം ചെയ്യും. UDFനും ഈ വിജയം ദോഷം ചെയ്യും. കാരണം രണ്ടും കൽപ്പിച്ച് അൻവറിനോട് മാറി നിൽക്കാൻ പറഞ്ഞത് ഈ VD സതീശൻ്റെ ഇച്ഛാശക്തിയാണ്. സുധാകരനും രമേശ് ചെന്നിത്തലയും എന്തിനേറെ പറയുന്ന പുതിയ KPCC പ്രസിഡന്റ് പോലും അൻവറിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചപ്പോൾ കട്ട് ആൻഡ് റൈറ്റായി അൻവറിനോട് എതിർത്ത് നിന്നത് VD സതീശനാണ്. അപ്പോൾ തീർച്ചയായും ഈ വിജയം അദ്ദേഹത്തിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. അദ്ദേഹം കൂടുതൽ ഏകാധിപതിയായി കോൺഗ്രസിൽ മാറും. അപ്പോൾ നിരവധി ഇപ്പോൾ തന്നെ വലിയ വലിയ സംഘടനാപരമായ പ്രശ്നങ്ങളുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ VD സതീശൻ വീണ്ടും ഒരു ഏകാധിപതിയായി മാറുന്നത് ഒരു നല്ല ലക്ഷണമായിരിക്കില്ല. കോൺഗ്രസിനെ അതൊരു പരിധിവരെ ബാധിക്കാനും സാധ്യതയുണ്ട്. കുമാർ, അതുപോലെയാണ് NDAയുടെ കാര്യം. നമുക്കറിയാം, തുടക്കത്തിൽ മത്സര രംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് NDA. അതിനുശേഷം മനസ്സോടെയെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഭേദപ്പെട്ട വോട്ട് പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതുപോലെ ചില വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ NDAയുടെ ഒരു അവസ്ഥ നമുക്ക് അതിന് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ NDAക്ക് എന്താണ് ഭാവി, രാഷ്ട്രീയ ഭാവി? അല്ല, നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ തന്നെ നമ്മൾ NDAയുടെ സാധ്യതകളെ തള്ളിക്കളഞ്ഞതാണ്. ഈ
ഞാനൊരു 5000 വോട്ടാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു 5000 വോട്ട് ക്രോസ് ചെയ്തു എന്ന് തോന്നുന്നു. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അർത്ഥത്തിൽ NDA അവിടെ പിടിക്കാവുന്ന, കാരണം അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒട്ടും സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി വേണം. തീർച്ചയായും സ്ഥാനാർത്ഥിയെ നിർത്താനാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ ഹാർഡ് കോർ പാർട്ടി പ്രവർത്തകരുണ്ട്, പാർട്ടി അനുഭാവികളുണ്ട്, പാർട്ടി കുടുംബങ്ങളുണ്ട്. ഇവരാണ് നാളത്തെ പാർട്ടിയുടെ മണ്ഡലത്തിൽ വളർച്ചയുടെ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ആ അടിസ്ഥാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു സ്ഥാനാർത്ഥി അവർ തീർച്ചയായും നിർത്തി എന്നുള്ളത് ശരിയാണ്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ട വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ നമ്പർ വ്യക്തമാക്കുന്നത്. ഒരു 5000 മുതൽ 7000 വരെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ വലിയ പരിക്കുകളില്ല എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു ഭേദപ്പെട്ട രീതിയിലേക്ക് BJP 8536. അതെ, 8536 വോട്ടുകൾ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറത്തേക്കുള്ള വോട്ടുകളാണ്. പാർട്ടി വോട്ടുകൾ റീറ്റെയിൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും LDFന്റെ വക ന്യായീകരണ ക്യാപ്സ്യൂൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. UDF നിലമ്പൂരിൽ മികച്ച വിജയം കാഴ്ചവെച്ചിരിക്കുന്നു. LDF തകർന്നടിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമസ്കാരം.